ഹായ് നമസ്കാരം. ഇന്ന് ഡിസംബർ 1. ഞാനിപ്പോൾ ഉള്ളത് ഒരു ആശ്രമത്തിലാണ്. ആശ്രമം കൊല്ലത്തിലെ ചന്ദനത്തോപ്പിനടുത്തുള്ള ശക്തിപാത അദ്വൈത ആശ്രമം എന്ന് പറഞ്ഞിട്ട് ഒരു ആശ്രമത്തിൽ വന്നിരിക്കുകയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വന്നുകൊണ്ടിരുന്ന ഒരു ആശ്രമമാണ്. അപ്പോൾ ഇന്നിവിടെ വരണം എന്നെനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെ വന്നതാണ്. ഇന്ന് എനിക്ക് ഒരു സ്പെഷ്യൽ ഡേ ആണ്. അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയാം. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ, ഇവിടെ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ചെറിയൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും കാണണം. നമുക്ക് അറിയാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിത് വഴി നിങ്ങൾക്ക് പാസ് ചെയ്ത് തരും, അത് നിങ്ങൾ കേൾക്കണം. കൂടുതലായിട്ടൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ ഇവിടുത്തെ അമ്മയൊക്കെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയൊരു വീഡിയോ. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് കാണണേ. അപ്പോൾ നമ്മുടെ വീഡിയോ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഞാൻ പറയുകയാണ്. ആദ്യമായിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് വരാം. ഞാൻ ഇവിടുത്തെ പരിസരമൊക്കെ ഞാൻ ആദ്യം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം. നമ്മൾ ഈ ആശ്രമം എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിനകത്തുള്ളത് ഭയങ്കര ചെറിയ കുടിൽ അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കാം ചില ആൾക്കാർക്ക് കൺസെപ്റ്റ് ഉള്ളത്. ഞാൻ ആശ്രമം എന്ന് ആദ്യം മനസ്സിനകത്ത് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇതൊരു ചെറിയൊരു ബിൽഡിങ്ങിലൊക്കെയുള്ള ഒരു ചെറിയൊരു ആശ്രമമാണ്. അപ്പോൾ എന്താണ് ആശ്രമം എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അമ്മ പറഞ്ഞു തരും ഇവിടുത്തെ. അപ്പോൾ ഞാൻ ഇവിടുത്തെ മെയിനായിട്ട് ഇവിടുത്തെ പരിപാടിയൊക്കെ നടക്കുന്ന ചെറിയ ഹോളൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ആക്ച്വലി ഇതാണ് മെയിനായിട്ടുള്ള പ്രോഗ്രാംസൊക്കെ നടക്കുന്ന ഒരു ചെറിയ കുഞ്ഞു ഹോളാണ്. ഇവിടെ ചിദാനന്ദപുരി സ്വാമിയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. വലിയൊരു ശിവൻ്റെ സ്റ്റാച്ചു ഇവിടെ ഉണ്ട്. ആക്ച്വലി ഇത് ഞാനുള്ളപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴാണ് ഇവിടെ കൊണ്ടുവച്ചത്. നേരത്തെ വേറൊരു സ്ഥലത്തായിരുന്നു ഇവിടെ വെച്ചിരുന്നത്. നല്ല ഭംഗിയുള്ള ശിവനാണല്ലേ. ഇവിടെ അമ്മ വന്നിരിക്കുന്നത് നമ്മുടെ ചിദാനന്ദപുരി സ്വാമികളൊക്കെ വരുമ്പോൾ ഇവിടെയാണ് ഇരിക്കുന്നത്. ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ വന്ന് കിടന്നിരുന്ന റൂം അവിടെയായിരുന്നു, ആ മുകളിൽ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഗണപതിയെ, ഒരു ചെറിയൊരു അമ്പലമുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ആണ് അത്. കഴിഞ്ഞ 3-4 വർഷം ആയതേ ഉള്ളൂ. അന്ന് ഇവിടെ നമ്മൾ കുറച്ച് കുട്ടികളൊക്കെ ഇവിടെ വരുമായിരുന്നു. ആ കുട്ടികളുമായിട്ടൊക്കെ നമ്മളിവിടെ യോഗയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു സ്ഥലമാണ്. കുറേ പ്ലാവൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ചക്ക ഫുള്ള് ഏകദേശം കൂടുതൽ കഴിച്ചത് ഞാനാണെന്ന് പറയാം. ശരിക്കും ചക്ക ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. അത് പുഴുങ്ങിയായാലും പച്ചക്കായാലും പഴുത്തിട്ടായാലും ഒക്കെ കൂടുതൽ കഴിച്ചിട്ടുള്ള ഒരാളാണ് ഞാനിപ്പോൾ വന്നിട്ടൊരു 7-8 വർഷത്തിന് മുമ്പായിരുന്നു ഞാൻ വന്നിരുന്നത്. ആ വന്നിരുന്നതിൻ്റെ തൊട്ട് മുമ്പൊക്കെ ഇവിടുത്തെ മാസങ്ങളിലെ വെക്കേഷൻ ക്ലാസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് കുട്ടികളുമായിട്ടൊക്കെ ഇവിടെ യോഗയും കാര്യങ്ങളൊക്കെ ഞാനും പറഞ്ഞു കൊടുത്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാനിപ്പം കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ നിൽക്കെ നമുക്ക് ഒരു മാതാജിയെ കിട്ടി. അപ്പോൾ മാതാജി ഇവിടെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ മാതാജിയോട് ഞാനും 2-3 കാര്യങ്ങൾ ചോദിക്കാനിരിക്കുകയാണ്, നിങ്ങൾക്കും വേണ്ടിയിട്ട് എനിക്കും വേണ്ടിയിട്ട്. ഓക്കെ, നമസ്തേ മാതാജി. നമസ്തേ. ഓക്കെ, മാതാജിയുടെ പേര് സ്വാമിനി ദിവ്യാനന്ദപുരി. മാതാജി എവിടെ നിന്ന് വരുവാണ്? കോഴിക്കോട് അദ്വൈതാശ്രമത്തിലായിരുന്നു. ഇപ്പം 2-3 വർഷമായി ഇവിടെ കൊല്ലത്തുള്ള ശക്തിപാത അദ്വൈതാശ്രമത്തിലാണ്. 3 വർഷമായി. 3 വർഷത്തോളമായി. ഓക്കെ, എനിക്ക് തോന്നുന്നു കൊറോണ ഒക്കെ കഴിഞ്ഞിട്ട് കൊറോണയുടെ ആ സമയത്ത് വന്നതാണ്. ഓക്കെ, എങ്ങനെയുണ്ട് ഇവിടെ ആശ്രമത്തിൽ? വളരെ ഒരു കാംഫുള്ളായിട്ടുള്ള ഒരു ആശ്രമമാണല്ലേ? ശാന്തമായിട്ടുള്ള ഒരു ആശ്രമമാണ്. അധികം റോട്ടിൻ്റെ ബഹളം അങ്ങനത്തെ ബഹളങ്ങളൊന്നുമില്ല. ശാന്തമായിട്ട് സാധന ചെയ്യാനും ശാസ്ത്ര സ്വാധ്യായത്തിനൊക്കെ നല്ല അനുകൂലമായൊരു അന്തരീക്ഷമാണ്. ഓക്കെ, അമ്മയെ ഇപ്പോൾ എന്താ പറയുക, അമ്മയ്ക്ക് ഇപ്പോൾ ഹെൽത്തിനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് അല്ലേ? കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ കൂടെ ആരെങ്കിലുമൊക്കെ വേണം. ശരി, കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ മാതാജി, എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആശ്രമം എന്ന് പറഞ്ഞാൽ എന്താണ്?
ആശ്രമം എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യരായി ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിർവഹിക്കാനായിട്ടുള്ള ധർമ്മങ്ങളുണ്ട്. അപ്പോൾ ആ ധർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി നമ്മുടെ ആചാര്യന്മാർ വ്യത്യസ്ത ഘട്ടങ്ങൾ, പ്രധാനമായിട്ട് 4 ഘട്ടങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ ഘട്ടത്തിലും നമുക്ക് പറയുകയാണെങ്കിൽ ബ്രഹ്മചര്യാശ്രമത്തിൽ നിർവഹിക്കാനുള്ള ധർമ്മമുണ്ട്, ഗൃഹസ്ഥാശ്രമത്തിൽ നിർവഹിക്കാനുള്ള ധർമ്മമുണ്ട്, വാനപ്രസ്ഥാശ്രമത്തിൽ നിർവഹിക്കാനുള്ള ധർമ്മമുണ്ട്, സന്യാസാശ്രമത്തിൽ നിർവഹിക്കാനുള്ള ധർമ്മമുണ്ട്. അങ്ങനെ ഓരോ ഘട്ടത്തിലും നമുക്ക് നിർവഹിക്കാനുള്ള ധർമ്മങ്ങൾ, നിർവഹിക്കാനുള്ള ഒരു സ്ഥാനം, ആ ലക്ഷ്യം എത്തുന്നത് വരെ നമുക്ക് ഈ കർത്തവ്യങ്ങളും ധർമ്മങ്ങൾ നിർവഹിച്ചു പോകാനുള്ള ഒരു സ്ഥാനം എന്ന് വേണമെങ്കിൽ ആശ്രമം ചുരുക്കി പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം. പക്ഷെ ഇന്ന് എത്രത്തോളം പാലിക്കുന്നുണ്ട് എന്നുള്ള നമ്മൾ ചിന്തിക്കേണ്ട തന്നെയാണ്. ഇപ്പോൾ ഈ ലൗകികമായിട്ട് ജീവിക്കുന്ന, അതായത് എന്നെപ്പോലുള്ള ആൾക്കാർ ഈ ആശ്രമത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനുള്ളത്? എന്തൊക്കെയാണ് ഇവിടെ? പൂജ്യ ചിദാനന്ദപുരി സ്വാമിജിയുടെ ക്ലാസ്സുകളുണ്ട്, മാസത്തിൽ നടക്കാറുണ്ട്. അപ്പോൾ അതിലൂടെ നമ്മുടെ ഭാരതീയമായ ശാസ്ത്രത്തെ സംബന്ധിച്ച അറിവ് നമ്മളെ ജീവിതത്തിൽ ഏതൊരാശ്രമിക്കും, ഗൃഹസ്ഥാശ്രമിയായാലും ശരി, ബ്രഹ്മചര്യത്തിലായാലും ശരി, അങ്ങനെ നമ്മൾ പാലിക്കേണ്ട ധർമ്മങ്ങളെക്കുറിച്ചുള്ള പഠനം, അതിലൂടെ അറിവ് നേടാൻ നമുക്ക് സാധിക്കും. അതായത് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അറിവുകൾ, കാര്യങ്ങൾ, നമ്മളെ ലൗകികമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും നമുക്ക് ഇത് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അത് ഏത് മതക്കാരായാലും തീർച്ചയായിട്ടും അത് ജീവിതത്തിൽ ഏതൊരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട അറിവ് നമുക്ക് നേടാൻ സാധിക്കും. അതെ. അതായത് നമ്മൾ പുറമേ ഉള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ അറിയുന്നത്. നമുക്ക് ഉള്ളിൽ എന്താണെന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അറിയാറില്ല. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വരാനുള്ളത്. പിന്നെ നമുക്ക് പുറത്തുനിന്നൊക്കെ ആൾക്കാർക്ക് ഇവിടെ വന്ന് നമുക്ക് നിൽക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇവിടുത്തെ അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് പേർക്കൊക്കെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അതെ, താമസിക്കാനൊക്കെ പറ്റും. എന്തായാലും മാതാജി വളരെയധികം സന്തോഷം സംസാരിച്ചതിൽ നമ്മുടെ വ്ളോഗിൽ. അപ്പോൾ എന്താ പറയുക, ഇനി അമ്മയോട് നമുക്ക് സംസാരിക്കാൻ കുറച്ച് കാര്യങ്ങൾ. ഇത് കുഞ്ഞു വീഡിയോ ആയതുകൊണ്ട് നമ്മൾ വലിയൊരു വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യും. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആയതുകൊണ്ട് നമുക്ക് ഇനി അമ്മയോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. അപ്പോൾ താങ്ക് യു മാതാജി. നമസ്തേ. ഇവിടെ തന്നെയാണ്. അപ്പോൾ ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത് അമ്മയാണോ? ഞാനിന്ന് സ്പെഷ്യൽ ഡേ ആണെന്ന് പറഞ്ഞു. ഈ സ്പെഷ്യൽ ഡേ ആയിട്ട് നല്ല പരിപ്പും പപ്പടവും ഒക്കെ വെച്ച് കഴിക്കാനുള്ള ഭാഗ്യവും എനിക്ക് കിട്ടി. ഇതിപ്പോൾ ഞാൻ അത് കഴിക്കാൻ പോവാണ്. അവിയലുണ്ട്, തോരനാണ്, ഇത് ചീവക്കിഴങ്ങ് എന്നൊക്കെ പറയും, അത് പൊരിയലാണ് കേട്ടോ. പിന്നെ പരിപ്പും പപ്പടവും, പിന്നെ രസമുണ്ട്. ഞാൻ പരിപ്പും പപ്പടമൊക്കെ വെച്ചിട്ട് ഫുഡ് കഴിച്ചു. അതിനുള്ള ഭാഗ്യം കിട്ടി ഇവിടെ ആശ്രമത്തിൽ വന്നിട്ട്. അപ്പോൾ എൻ്റെ സ്പെഷ്യൽ ഡേ ആണെന്ന് പറഞ്ഞല്ലോ എൻ്റെ. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് പറയാം എന്താണ് സ്പെഷ്യൽ എന്നുള്ളത്. അപ്പോൾ ഇന്ന് പരിപ്പും പപ്പടം വെച്ച് ചോറ് കഴിക്കാൻ പറ്റി, അതൊരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ ഞാൻ കഴിച്ചു കഴിഞ്ഞത് നമ്മുടെ ഇവിടെ ആശ്രമത്തിൽ ഒരു ചേച്ചിയും ചേട്ടനും വന്നേ. അപ്പോൾ ഞാൻ അവരെ ഇവിടെ ഒന്ന് പരിചയപ്പെടുത്തരാം. എന്താണ് പേര്? എൻ്റെ പേര് ഹരി എന്നല്ലേ? എവിടെയാണ്? ഇവിടെ അടുത്ത് കേരളപുരത്തിന് തന്നെയാണ്. ചേച്ചിയുടെ പേര്? മാസ്കൂരില്ലേ? ഓക്കെ. എപ്പോഴും വരാറുണ്ടോ ആശ്രമത്തിൽ? അമ്മയായിട്ട് നല്ല ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ അമ്പലത്തിന്റെ തന്ത്രം, അതിന്റെ പണിയൊക്കെ നമ്മളാണ് ചെയ്തത് അല്ലേ? ഇവിടുത്തെ ഒരുവിധ കൺസ്ട്രക്ഷൻ ചേട്ടനാണ് ചെയ്തു എന്ന് പറഞ്ഞു, അതാണ് ഞാൻ പെട്ടെന്ന് വന്നത്. ഓക്കെ, എന്തായാലും നന്നായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ള ആശ്രമത്തിൽ തന്നെ ഉണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരിക. നിങ്ങൾക്ക് ഭാഗ്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ളപ്പോൾ എപ്പോഴും വരാമല്ലോ. അതെ. കുട്ടികളൊക്കെ? മോള് പേരെന്താണ്? ശ്രീഭദ്ര. ഇവിടെ അതെ. ശരി, എന്നാ സന്തോഷം പരിചയപ്പെട്ടവര്. അപ്പോൾ ആശ്രമത്തിലെ അമ്മ, നമ്മുടെ മഠാധിപതി അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് ഞാൻ വന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അമ്മയെ ഞാൻ കാണിച്ചു തരാം. അമ്മ, എനിക്ക് പറയാനുള്ളത്, ഞാനായി മാറിയത് ഈ ആശ്രമത്തിൽ വന്നതിന് ശേഷമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനൊരു വലിയൊരു ഭാഗ്യമുള്ള ആളാണ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം
എൻ്റെ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ എനിക്കിവിടെ വരാനും എനിക്ക് അമ്മയുടെ കൂടെ കുറേ ആശ്രമങ്ങളിലൊക്കെ എനിക്ക് അമ്മയുടെ കൂടെ പോകാനും യാത്ര ചെയ്യാനും എന്താ പറയുക, രമണാശ്രമത്തിലൊക്കെ. അതെ, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ പറയുമ്പോൾ തന്നെ എനിക്ക് രോമാഞ്ചം ഉണ്ടാവണം. അത്രയ്ക്കുള്ള ഒരു ഇത് എനിക്ക് ഈ ആശ്രമത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അമ്മ പറയണം. ഞാൻ ഇവിടെ നിന്ന് ഷാർജയിൽ അമ്മയുടെ ഒരു ശിഷ്യനുണ്ട്. ആ ശിഷ്യൻ്റെ കൂടെ ഞാൻ ഷാർജയിൽ വരെ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അത്രയ്ക്കുള്ള ഒരു സംഭവമാണ് എനിക്ക് ആശ്രമത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി അമ്മ പറയും എന്തൊക്കെയുണ്ട് വിശേഷം ഇവിടുത്തെ കാര്യം. പഴയ ഒരു ആശ്രമത്തിൻ്റെ ഒരു ചെറിയൊരു സ്ട്രക്ചറായിരുന്നു. അതിനെ ഇത്രയും വലുതാക്കാനും ഒരാളായിട്ട് നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു ആശ്രമമാണ്. ആരുടെയും ഉണ്ടായിരുന്നതാണ്, എന്നാലും അമ്മയുടെ ഒരു ഇനിഷ്യേറ്റീവും അമ്മ അതിൽ പൂർണ്ണമായിട്ടും ഇറങ്ങിയോണ്ട് മാത്രമാണ് ഇത്രയും വലിയ ഒരു വലിയൊരു ആശ്രമം. അത് എല്ലാവർക്കും വേണ്ടിയിട്ട്, പൊതുജനങ്ങൾക്കാവട്ടെ ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാവട്ടെ ഒക്കെയാണ് അമ്മ സ്ഥാപിച്ചിട്ടുള്ളത്, അല്ലേ? ഇത് പറയുമ്പം കുറച്ചൊരു പിന്നിലോട്ട് നമുക്ക് സഞ്ചരിക്കേണ്ടി വരും. ഞാൻ ആദ്യം തന്നെ ചിന്മയ മിഷൻ മെമ്പറായിരുന്നു. അപ്പോൾ അവിടെ ആക്റ്റീവായിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിങ്ങും ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരുന്നു. ഇവിടെയില്ല, പബ്ലിക്കിൽ 10-20 ക്ലാസ് ഉണ്ടായിരുന്നു. ഒടുക്ക സ്വാമിജി പറഞ്ഞു, യു സ്റ്റാർട്ട് ആൻ ഓർഗനൈസേഷൻ, ഐ ആം അൺകൺസേൺഡ് അബൌട്ട് ദി ബാനർ. അങ്ങനെ ബോധാനന്ദ കേന്ദ്രം എന്ന് പറഞ്ഞു ചിന്മയ മിഷനിൽ തന്നെ സ്വാമി ബോധാനന്ദ സരസ്വതിയിൽ നിന്ന് ഞാൻ സന്യാസം സ്വീകരിച്ച് ആശ്രമം ഉണ്ടാക്കി. തിരുവനന്തപുരത്ത് കാലടി എന്നുള്ള സ്ഥലത്ത് ബോധാനന്ദ കേന്ദ്രം എന്നുള്ള പേരിൽ ആശ്രമം സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സന്യസിച്ചത്. ആശ്രമം സ്വീകരിച്ച് ആശ്രമ ജീവിതം എങ്ങനെയാണ്, ചുറ്റുപാടും എങ്ങനെയാണെന്ന് നോക്കി നെക്സ്റ്റ് ഇയർ സന്യസിച്ചു. അത് കഴിഞ്ഞ് ഒരു 5-6 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ പട്ടണത്തിലെ ജീവിതത്തിനും കാട്ടിയും കുറേക്കൂടെ ഒതുങ്ങിയ സ്ഥലത്ത് വരണം. ഇതൊന്നും കേട്ടിട്ടില്ലാത്ത ജനങ്ങളുടെ ഇടയിൽ പോകണമെന്ന് വിചാരിച്ചു. മറ്റ് സിറ്റിയിലുള്ളവർക്ക് എപ്പോഴും പബ്ലിക് ഫങ്ഷൻസ് കേൾക്കാൻ സൗകര്യമായിരുന്നു. ട്രിവാൻഡ്രത്തായിരുന്നു മെയിൻ. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, കോഴിക്കോട് ഇങ്ങനെ ഗീതായജ്ഞങ്ങളുമായിട്ട് സഞ്ചാരമായിരുന്നു. മിക്കവാറും ആശ്രമത്തിൽ ഒരാഴ്ചയൊക്കെ കാണാറുള്ളൂ. കൊല്ലത്ത് പോകും, കൊല്ലത്ത് 7-ാം ദിവസം നൈറ്റ് ട്രെയിനിൽ എറണാകുളത്ത് പോകും, എറണാകുളത്ത് കോഴിക്കോട് ഇങ്ങനെ സഞ്ചാരമായിരുന്നു. അത് നല്ല രസമുള്ളൊരു ഇതാണ്. ഈശ്വരനെ ഉള്ളിൽ ഉൾക്കൊണ്ടാലേ ഈശ്വരനെ പറ്റി നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ സ്വാദുള്ള സംസാരങ്ങളെ ആളുകൾ ഉൾക്കൊള്ളും. അത് വളരെ ഒരു നല്ല അനുഭവമായി തീർന്നു. അവിടെയൊക്കെ ഓരോ സെൻറ്റർ സ്ഥാപിക്കാനും പറ്റി. ഈ സ്പിരിച്വൽ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തവരെന്നെ മെമ്പേഴ്സായിക്കൊണ്ടുള്ള ചാരിറ്റബിൾ സൊസൈറ്റികൾ ആരംഭിച്ച് അങ്ങനെ വളരെ ചെറുപ്പത്തിൽ ചിന്മയ മിഷനിൽ സ്വാമിജിയുടെ ടോക്ക് കേട്ടോടുകൂടി വളരെ അട്രാക്റ്റീവായി ഞാൻ. കാരണം ചിന്തിച്ച് ചൂട് വയ്ക്കാനുള്ളതാണ് ജീവിതം എന്ന് പറയുന്നത്. എന്തെങ്കിലും കേട്ടതിൻ്റെ പുറകെ ചാടുന്ന ഞാനൊട്ടും യോജിക്കുന്നില്ല. അത് കേട്ട പിന്നീടാണ് വിവരം വെച്ചത്. അതോടുകൂടി ഭഗവത്ഗീത കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു സാധാരണ മനുഷ്യനെ എ മാൻ ഓഫ് പെർഫെക്ഷൻ എങ്ങനെയാക്കി എടുക്കാം, ഒരു വ്യക്തിത്വ വളർച്ചയുടെ അല്ലെങ്കിൽ വികാസത്തിൻ്റെ എല്ലാ നേതൃത്വങ്ങളും തരുന്ന ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അത് വ്യക്തമായിട്ട് കേട്ടതിൻ്റെ ഫലമായിട്ട് വളരെ ആളുകൾ ഇതിൽ ചേരുകയും അവരെ ഒത്തൊരുമിച്ചുകൊണ്ട് ചിന്മയ മിഷനിൽ ദേവി ഗ്രൂപ്പ് എന്നുള്ളൊരു ഗ്രൂപ്പ് സ്ഥാപിക്കുകയും ചെയ്തു. ആ ദേവി ഗ്രൂപ്പ് മെമ്പേഴ്സ് 10-24 സെൻറ്ററിലുണ്ടായിരുന്നു. അവരെല്ലാം കൂടെ ചേർന്നാണ് ബോധാനന്ദ കേന്ദ്രം എന്ന് പറഞ്ഞ് എൻ്റെ സന്യാസി ഗുരുവിൻ്റെ പേരിൽ ഒരാശ്രമം തിരുവനന്തപുരത്ത് കാലടിയിൽ സ്ഥാപിച്ചത്. അത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് പട്ടണത്തിൽ സ്വസ്ഥമായ ജീവിതം, അവിടുത്തെ ബിസിയായിട്ടുള്ള ജീവിതം വിട്ടിട്ട് ഗ്രാമങ്ങളിലേക്ക്, ഗ്രാമപ്രദേശങ്ങളിൽ ഈ ഉത്സവം, ക്ഷേത്രം എന്നല്ലാതെ അവർക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. അവർ ഈ ലോകത്തിനെ വിശ്വസിച്ച് പല കെട്ടുകഥകളിലും വേണ്ടാത്തതിലും വിശ്വസിച്ച് അതിൽ മാത്രം കഴിയുന്നവരാണ്. അവരുടെ മുമ്പ് ഈ മെസ്സേജ് എത്തിക്കണം എന്നുള്ള തീരുമാനത്തോടുകൂടി ഞാൻ കൊല്ലം ദേശത്ത് വന്നു. ആദ്യം പടിഞ്ഞാറേ കല്ലടയിൽ ഒരാശ്രമം സ്ഥാപിച്ചു, ശക്തിപാത ആശ്രമം. അവിടെ 10-30 കുടുംബക്കാരിന്നും അവിടെ നടക്കുന്നു, ഇപ്പോഴും ഉണ്ട്. എൻ്റെ ഒരു ശിഷ്യ ഗുരുപ്രിയാനന്ദമയി മാതാജിയെ അവിടെ ആചാര്യയാക്കി വെച്ചിട്ടുണ്ട്. ഞാനും അവിടെ പോയിട്ടുണ്ട്. ആ, അവരെല്ലാവരും അവിടുത്തെ ആൾക്കാർ തന്നെ അവിടുത്തെ കാര്യം നോക്കിക്കോളും. എനിക്കൊരു ബാധ്യതയില്ല. അവർ തന്നെ അവർക്ക് വേണ്ട പ്രോഗ്രാംസ് അവർ നിശ്ചയിക്കും. മാതാജി ഒരു നേതൃത്വം വഹിച്ച് അവിടെ ഇരുന്നാൽ മതി. അത്ര നല്ല കോപ്പറേറ്റീവായിട്ട് ആൾക്കാർ നിൽക്കണമുണ്ട്. നന്നായിട്ട് പോകണം. കാരണം ഇത് കേട്ടിടത്തോളം ഈ കുടുംബ ഭദ്രതയ്ക്കും കുട്ടികളുടെ നേർവഴിക്കുള്ള യാത്രയ്ക്കും ഇത് അത്യാവശ്യമാണെന്ന് അവർക്കെല്ലാം ബോധ്യമായി.
അവർ തിരുവനന്തപുരത്തുള്ളവർ ഇപ്പോഴും എന്നെ വിളിച്ച് പറയാറുണ്ട്, ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ ഒരു വണ്ടി പിടിച്ച് ഒന്നിച്ച് വരും. അന്ന് അമ്മ തന്ന ഗൈഡ് ലൈൻസാണ് ഞങ്ങളുടെ കുടുംബത്തിനെ ഇന്നും രക്ഷിച്ചു പോകുന്നതെന്ന്. ഗൾഫിലും അമേരിക്കയിലും കാനഡയിലും ഒക്കെ ആയിട്ട് ധാരാളം അന്നത്തെ കുട്ടികൾ ജോലിയായിട്ടിരിക്കുന്നു. അവരൊക്കെ എനിക്ക് ഓരോ ഗിഫ്റ്റുകൾ അയക്കുന്നതിനോടൊപ്പം അവർ താങ്ക്സ് പറയാണ്, അവരുടെ ജീവിതത്തിലെ ലൈറ്റ് തന്ന അമ്മയാണ്. ഞാനല്ല, വാസ്തവത്തിൽ ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീത എനിക്ക് തന്ന വെളിച്ചത്തിനെ ഞാൻ പകർന്നു കൊടുത്തു, തീർച്ചയായിട്ടും അത് ഉത്തമമായി. ഇപ്പോൾ ഇന്നും ഇതൊരു ശാസ്ത്രഗ്രന്ഥത്തിൻ്റെ ആസ്ഥാനമായിട്ടുള്ള ഒരു പഠന കേന്ദ്രമായിട്ടാണ് ഇന്നും പ്രവർത്തിക്കുന്നത്. പിന്നെ ദേവതാകൽപ്പനയ്ക്ക് വലിയ പ്രാധാന്യം ഞാൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് മുഖ്യമായിട്ട് ശിവ, പാർവതി, ഗണപതി, സുബ്രഹ്മണ്യൻ, പിന്നെ വിഷ്ണു, സൂര്യൻ. പ്രകാശമായിട്ട് നമ്മൾ പ്രത്യക്ഷമായിട്ട് കാണുന്ന ദേവനാണ് സൂര്യൻ. അങ്ങനെ ഈ 6 ദേവന്മാരെ മുഖ്യമായിട്ട് നമ്മൾ സ്മരിക്കണം, അവരെ ദിവസവും ധ്യാനിക്കണം എന്ന് ചിന്മയാനന്ദ സ്വാമി പറഞ്ഞു. അതനുസരിച്ച് പണ്ടെങ്ങാണ്ടൊക്കെ ആയിട്ടാണ് എൻ്റെ മനസ്സിൽ മുദ്ര കുത്തിയത്. കാരണം അതുപോലെ തന്നെ കല്ലടയിൽ അത് സ്ഥാപിച്ചു. ദിവസവും ആ ദേവന്മാരെക്കുറിച്ച് ധ്യാനവും ദക്ഷിണാമൂർത്തിയെ മുഖ്യമൂർത്തിയായിട്ട് അവിടെ സ്ഥാപിച്ച് അവിടെ കിടാവിളക്കും വെച്ച് നടക്കുന്നുണ്ട്. അതിലേക്കുള്ള എണ്ണയോ പൂജയ്ക്കുള്ള കാര്യങ്ങളോ ഒന്നും ആശ്രമത്തിൻ്റെ ചിലവല്ല, എല്ലാം പൊതുജനം. ഇപ്പോൾ കുറച്ച് മുമ്പ് വിമൽ പറഞ്ഞു, അപ്പോൾ ഇത്ര വലിയ ആശ്രമം അമ്മയായിട്ട് തന്നെ ഉണ്ടാക്കിയാണ്. അമ്മ മാത്രമായിട്ടൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല. ഇവിടെ വരുന്ന ആളുകളുടെ ശ്രദ്ധയും അവരുടെ വിശ്വാസവും അവർക്കിങ്ങനെ ഒരു കേന്ദ്രം വേണം എന്ന് ആഗ്രഹം വന്ന് അവർ സജസ്റ്റ് ചെയ്താണ്. പിന്നെ ഞാൻ എല്ലാത്തിനും ഒരു ഫ്ലോർ കൊടുക്കും, അവർക്ക് വർക്ക് ചെയ്യാനായിട്ടും ഫ്രീഡവും. ഞാൻ എൻ്റേതായിട്ടുള്ള ഒപ്പീനിയൻസും പറയുമ്പോൾ അവർക്കൊരു എൻകറേജ്മെൻറ്റായി. അങ്ങനെ വളരെ വേഗം ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റി. സ്വാമിജി എന്നെ ഒരിക്കൽ വന്നപ്പോൾ ചോദിച്ചു, മാതാജി ഇതെങ്ങനെ സാധിച്ചു? ഞാൻ പറഞ്ഞു, എനിക്ക് എന്നെ അറിഞ്ഞൂടോ സ്വാമിജി, എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു, നല്ലൊരു ഹാള് വരണമെന്ന്. ഏതായാലും അത് സാധിച്ചു. ഏതായാലും ഇതുവരെയുള്ള പരിപാടികളൊക്കെ ഞാൻ പറയുന്ന ഒരു സങ്കല്പം നമ്മുടെ ഉള്ളിൽ വരും, അത് പ്രാക്ടിക്കലാക്കണം ചുറ്റുപാടുള്ള ആൾക്കാരാണ്. എല്ലാ മാസവും ഇവിടെ സത്സംഗമുണ്ട്. സ്വാമിജി ചിദാനന്ദപുരി സ്വാമിജി വരും. ഒരു സെക്കൻഡ് സാറ്റർഡേ തോറും രാവിലെ തൊട്ട് വൈകിട്ട് വരെ ക്യാമ്പ് പോലെയാണ്. അത് ഫ്രീ ആണ്, അതിൽ ക്യാമ്പ് ഫീ ഒന്നുമില്ല. പക്ഷേ ഇതുവരെയുള്ള ചിലവിനൊക്കെ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യണ പണം കൊണ്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നല്ലതായിട്ടൊരു പ്രയാസമില്ലാതെ ഇവിടെ നിന്നുള്ളവർക്ക് വരാം. ചിലവർ ഫാമിലി ആയിട്ട് വരാറുണ്ട്. ഒരു 5-6 ഫാമിലിക്കൊക്കെ ഇവിടെ താമസിക്കാം തൽക്കാലം 5-6 ദിവസം. പിന്നെ ഞങ്ങൾ സപ്താഹങ്ങൾ, ഇത് വേദാന്ത ചർച്ചാ ക്ലാസ്സുകൾ ഇതൊക്കെ വയ്ക്കുമ്പോൾ കൂടുതൽ ആൾ വരും. അപ്പോഴേക്ക് ഒക്കേഷനിൽ ഈ ഭഗവത്ഗീത അതുപോലെ ഉള്ള ക്ലാസ്സുകൾ ഇവിടെ എടുത്തു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും. ആ ഇൻട്രസ്റ്റുള്ള ആളുകൾ വരണം. അപ്പോൾ അവർക്ക് അത്യാവശ്യം താമസിക്കാനുള്ള സ്ഥലം ലേഡീസിനും ഉണ്ട്, ജെൻസിനും ഉണ്ട്. അവിടെ വേറെ സ്ഥലങ്ങളുണ്ട്. പ്രത്യേക ഒക്കേഷൻസിൽ വരാറുണ്ട്. 90 ആൾക്കാർ വന്നാൽ അവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെ പോണു. ഇങ്ങനെയുള്ള കേന്ദ്രങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് അവിടെ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. അത് വിമലിന് ഇത്രയും ഒരു ചേഞ്ച് ഉണ്ടായത് എനിക്ക് വളരെ സന്തോഷം. തീർച്ചയായിട്ടും എന്നെ ഇപ്പോഴും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ആശ്രമത്തിലാണ്. ഇവിടെ ഞാൻ വരാറില്ല. എന്ന് കഴിഞ്ഞാലും എൻ്റെ ഏതൊരു കാര്യം തുടങ്ങുന്നത് ചിലപ്പോൾ ഇവിടെ നിന്നായിരിക്കും. ഓം എന്ന് തന്നെ ഞാൻ ഓം എന്ന് പറഞ്ഞിട്ട് മാത്രമേ ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്യാറുള്ളൂ. അതുപോലെ എൻ്റെ ഏതൊരു കാര്യങ്ങൾ എൻഡിങ്ങിലായിക്കഴിഞ്ഞാൽ അത് സക്സസ് ആയി മാറുമ്പോഴും ഞാൻ ഈ ആശ്രമത്തിന് ഞാൻ വിചാരിക്കാറുണ്ട്. അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇനിയും കുറേ വളരാൻ മുന്നോട്ട് പോകാനുണ്ട്. എപ്പോഴും ഞാനും ഈ ആശ്രമത്തിൻ്റെ കൂടെ ഉണ്ടാവും. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മുടെ ഉള്ളിലുള്ള ആത്മപ്രകാശം എന്ന് പറയും, നോട്ട് ആൻ ആർട്ടിഫിഷ്യൽ ലൈറ്റ്. അതിൽ നമുക്ക് ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈഗോയാണ് നമ്മളെ ഭഗവാനെ എഗൻസ്റ്റായിട്ട് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. ഈഗോ മീൻസ് ഐ എന്നുള്ള ഓറിയൻറ്റേഷൻ, ഞാൻ എന്നുള്ള വ്യക്തിത്വ അവബോധം. അത് പലപ്പോഴും ഭഗവാനെ ഈ ശരിക്കുള്ള ബോധത്തിൽ നിന്ന് മാറ്റി നിർത്തും നമ്മളെ. ആ ലൈറ്റ് ഇപ്പോൾ റെഡ് ലൈറ്റ് വേണമെങ്കിൽ റെഡ് പേപ്പർ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഒന്നും ചെയ്യേണ്ട. നമ്മൾ ഒരു ഡാൻസ് സ്റ്റേജിൽ 4 ലൈറ്റ് വെച്ചാൽ 4ൻ്റെ മുമ്പ് 4 കളേഴ്സ് വെച്ചാൽ 4 കളേഴ്സ് റിഫ്ലക്റ്റ് ചെയ്യും. ആ മറ്റേ ലൈറ്റ് കളർലെസ്, ഷേപ്പ്ലെസ്, നല്ല പവർഫുള്ളായിട്ടൊരു ലൈറ്റ് ഉണ്ടാവും തീർച്ചയാണ്. ആ ലൈറ്റാണ് ഇതിനൊക്കെ പ്രകാശം കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും ഇന്ദ്രിയങ്ങൾക്കും എല്ലാത്തിനും പ്രകാശം കൊടുക്കുന്ന, പ്രകാശം മീൻസ് അവെയർനെസ്, ബോധം കൊടുക്കുന്ന ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. ആ ശക്തി മാനിഫെസ്റ്റ് ചെയ്യണമാണ് ഈ പ്രപഞ്ചം. അൺമാനിഫെസ്റ്റ് സ്റ്റേജ് ആകുമ്പം ധ്യാനത്തിലാവും നമ്മളതാണ് പ്രപഞ്ചത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. പ്രപഞ്ചം അതുകൊണ്ട് ലോകത്തിൽ നിന്ന് അന്യമല്ല. ഒരു യഥാർത്ഥ ആത്മസ്നേഹി അല്ലെങ്കിൽ സനാതന ധർമ്മബോധമുള്ള ഒരാൾ പ്രകൃതിയെയും സ്നേഹിക്കും.
കാരണം ആത്മാവിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല, പ്രകൃതിയെ കാണാൻ നോക്കൂ. ഇവിടെയുള്ള സസ്യജാലങ്ങളിലൂടെ, നദികളിലൂടെ, മലകളിലൂടെ, പുഴകളെ, മണ്ണിനെ വരെ നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. പുഴകളിലൊക്കെ വേസ്റ്റൊക്കെ വലിച്ചിടുക, ഇതൊക്കെ തീരെ അറിവില്ലാത്തവരാണ്. പുഴകൾ നശിക്കത്തോറും മൃഗങ്ങൾ നശിക്കുന്നു. അത് വാരി പ്ലാസ്റ്റിക്കൊക്കെ തിന്ന് എത്രയോ മൃഗങ്ങൾ വയറും ചാടി കയറി കിടക്കണം, നമ്മൾ യൂട്യൂബിൽ കാണാനുണ്ട്. അതൊക്കെ നമ്മൾ ഈശ്വരനെ അഗൻസ്റ്റ് ചെയ്യുന്ന പ്രവൃത്തികളാണ്. സർവ്വജീവികളെ ഇവിടെ ഇറക്കി വിട്ടിരിക്കുന്ന ഭഗവാനാണ് ജീവൻ കൊടുത്ത്. ഒരു വൃക്ഷത്തിനെ വരെ, ഒരു വൃക്ഷത്തിൽ ഒരു കത്തി വയ്ക്കണമെങ്കിൽ വരെ നമ്മൾ അനുവാദം ചോദിക്കാൻ വയ്ക്കാൻ നമുക്ക് അധികാരമില്ല. വെട്ടാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല, വളർത്താനേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ വേണ്ടി വന്നാൽ ഇപ്പോൾ സിറ്റിയിൽ 5 സെൻറ്റിൽ ഒരു വീട് വയ്ക്കണം, നമ്മൾ വൃക്ഷം വെട്ടിയേ തീരൂ. അപ്പം വൃക്ഷത്തിനോട് പ്രാർത്ഥിച്ച് ക്ഷമയോടുകൂടി ഒരു ദീപവും കത്തിച്ച് വച്ച് വേണം അത് ചെയ്യാൻ. എന്നാൽ അല്ലെങ്കിൽ നമ്മൾ വലിയ പാപകൃത്യം ചെയ്തതായിട്ട് ഒരു പക്ഷം വന്നേക്കും. അത്ര സെൻസിറ്റീവാണ് നമ്മുടെ ജീവിതം. വളരെ സൂക്ഷിച്ച് മുമ്പോട്ട് പോയാൽ ഒരു കുഴപ്പമില്ല, ഭംഗിയായിട്ട് പോകാം, സന്തോഷമായിട്ട്. അതെ, അപ്പോൾ സന്തോഷപൂർണ്ണമായിട്ടുള്ള ലൈഫ് എല്ലാവർക്കും ഉണ്ടാവട്ടെ. പിന്നെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ നാട്ടിൽ വീണ്ടും വീണ്ടും ഇതുപോലെ ആധ്യാത്മിക കേന്ദ്രങ്ങൾ വരട്ടെ. അവിടെ ഉള്ള ആചാര്യന്മാരെ സമീപിച്ച് വേണം എന്നുള്ള ഗുരുത്വമായിട്ടുള്ള ശാസ്ത്രോക്തമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കണം. അല്ലാതെ സമ്പ്രദായങ്ങളല്ല നമുക്ക് ആവശ്യം. ശാസ്ത്രവിഹിതമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുക, ദേവതകളെ പൂജിക്കുക. ദേവതകളാണ് ഇതിൻ്റെ അധിഷ്ഠാനമായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ അധിദേവത. അവരൊക്കെ ഈശ്വരൻ 3000 കോടി ചൊല്ലുവാനും നമുക്ക് ദേവന്മാരുണ്ട്. ആ ദേവന്മാരെയൊക്കെ പൂജിക്കുക. അങ്ങനെ നമ്മൾ ശ്രേയസ്സോടും സങ്കൽ സമൃദ്ധിയോടും നല്ലവന്മാരായിട്ട് ജീവിക്കുക. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ് എന്നുള്ളത്. അപ്പോൾ ഇന്ന് എൻ്റെ ജന്മ ദിവസമാണ്. ഈ ജന്മദിവസമായിട്ട് എനിക്ക് എന്താ പറയുക, ഫാമിലിയുടെ കൂടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്തുവേണോ ആകാമായിരുന്നു. പക്ഷേ എനിക്ക് ഇന്നിപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങണമെന്ന് ഒരാഗ്രഹം എനിക്കെന്തോ ഒരു മനസ്സിനകത്ത് തോന്നിയിട്ട് ഞാൻ വന്നതാണ്. അത് ഞാൻ അമ്മയോടൊന്നും പറഞ്ഞൊന്നുമില്ല. ഞാൻ ഈ സെക്കൻഡിൽ ഇപ്പോൾ പറയുമ്പോഴാണ് അമ്മ അത് കേൾക്കുന്നത്. പക്ഷേ ഇന്ന് പരിപ്പും ചോറും പപ്പടമൊക്കെ വെച്ച് കഴിക്കാനുള്ള ഭാഗ്യം കിട്ടി. എന്തായാലും ഇതൊക്കെ ഞാനൊരു ഭാഗ്യമായിട്ട് മാത്രം കരുതുന്നു. എന്തായാലും അമ്മ അതിനും ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് പായസം കൂടെ വയ്ക്കായിരുന്നു. അയ്യോ, അത് കുഴപ്പമില്ല, ഇത് തന്നെയാണ് പായസം. ഓക്കെ, താങ്ക് യു. നമസ്കാരം. നമസ്തേ. എന്താണ് പേര്? ലക്ഷ്മി നാരായണൻ. ഓക്കെ. ഇവിടെ ആശ്രമത്തിൽ വന്നിട്ട് 7 വർഷം ആവാൻ പോകുന്നു. 7 വർഷം ആവാൻ പോകുന്നു. അതായത് ആശ്രമത്തിൽ തന്നെ ഉണ്ട് ഇപ്പോൾ? സ്ഥിരമല്ല, വന്നു പോകും. ഓക്കെ. ഇവിടെ സ്വസ്ഥമായിട്ടുള്ളൊരു സ്ഥലമാണല്ലേ? ഓക്കെ. ഇനിയിപ്പോൾ അടുത്ത യാത്ര എവിടെയാണ്? ഇനി നെക്സ്റ്റ് 28-ാം തീയതി തിരുപ്പതി, അത് കഴിഞ്ഞ് മുംബൈ, തിരിച്ച് 10 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും. അങ്ങനെ ഫുള്ള് ട്രാവലിംഗ് ആണ്? ഉണ്ട്, മിക്കവാറും. ശരി, സന്തോഷം. എന്താണ് ശ്രീമദ് ഭാഗവതം സപ്താഹം പറഞ്ഞു കൊടുക്കുക, ഡൗട്ട് ക്ലിയർ ചെയ്യുക, പാരായണം ചെയ്യുക, പിന്നെ ചെറുതായിട്ട് പൂജ. ശരി. ഓക്കെ, നമസ്തേ. അങ്ങനെ ആശ്രമത്തിലെ എല്ലാ കാര്യങ്ങളും കാണിച്ചു തന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഭക്ഷണം കഴിച്ചു, അമ്മയോട് സംസാരിച്ചു, എല്ലാ ആശ്രമം നിങ്ങൾക്ക് കാണിച്ചു തരാനും കഴിഞ്ഞു. അപ്പോൾ ഇന്ന് എൻ്റെ ദിവസം ധന്യമായി. അപ്പോൾ എല്ലാവർക്കും എല്ലാ നല്ല ദിവസം നേരുന്നു. അപ്പോൾ വേറെ ഒന്നുമില്ല, കൂടുതൽ പറയാൻ നിൽക്കുന്നില്ല. എനിവേ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക്.